കുമ്മനം രാജശേഖരനെ കേരളത്തിലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ബി.ജെ.പി. കോർ കമ്മിറ്റി യോഗം ദില്ലിയിൽ ചേർന്നു. വിശദാംശങ്ങളുമായി എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്തായാലും കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. പുതിയ അധ്യക്ഷനെ തീരുമാനിക്കാനുള്ള യോഗം ഏതെങ്കിലും തരത്തിൽ കുമ്മനത്തിന് അനുകൂലമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ, അതോ എതിർപ്പ് രൂക്ഷമായി തുടരുകയാണോ? പ്രജീഷ്, 4 മണിക്കാണ് കേന്ദ്ര സംസ്ഥാന നേതൃയോഗം ദില്ലിയിൽ ചേരുന്നത്. ബി.ജെ.പി. അധ്യക്ഷൻ അമിത്ഷായും യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിൽ വെച്ചായിരിക്കും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകുന്നത്. പക്ഷേ ആ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ബി.ജെ.പിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറി രാംലാൽ വിളിച്ചു ചേർത്ത കേരള നേതാക്കന്മാരുടെ യോഗം പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ചും സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ സമവായമുണ്ടാക്കുക എന്നാണ് ഇപ്പോൾ ചേരുന്ന ഈ യോഗത്തിന്റെ പ്രധാന ഉദ്ദേശം. പ്രത്യേകിച്ചും വി.എച്ച്.പിയുടെ നേതാവും തീവ്ര ഹിന്ദുത്വ വിഭാഗക്കാരനുമായിട്ടുള്ള കുമ്മനം രാജശേഖരനെ പാർട്ടി അധ്യക്ഷനാക്കുന്നതിനെതിരെ ഒരു വിഭാഗം രംഗത്ത്, പ്രത്യേകിച്ചും കുമ്മനത്തിന്റെ പേര് നിർദ്ദേശിച്ചത് RSSും അതോടൊപ്പം തന്നെ ബി.ജെ.പിയുടെ ഔദ്യോഗിക പക്ഷവുമാണ്. എന്നാൽ ഇതിനെതിരെയാണ് ഒരു വിഭാഗം രംഗത്തെത്തിയിട്ടുള്ളത്. P.K. കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ കേരള ഹൗസിൽ വെച്ച് അല്പസമയം മുമ്പ് ഇവർ യോഗം ചേരുകയും ചെയ്തിരുന്നു. O. രാജഗോപാലും അതോടൊപ്പം തന്നെ ബാലശങ്കർ, ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റൊരു നേതാവായ ഇന്റലക്ച്വൽ സെൽ കൺവീനർ ആയിട്ടുള്ള ബാലശങ്കറും ഈ യോഗത്തിൽ പങ്കെടുക്കുകയുണ്ടായി. P.K. കൃഷ്ണദാസ്, O. രാജഗോപാൽ, ബാലശങ്കർ ഉൾപ്പെടെയുള്ളവരാണ് കേരള ഹൗസിൽ യോഗം ചേർന്നത്. ഏതായാലും കുമ്മനം രാജശേഖരൻ അധ്യക്ഷൻ ആകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉറപ്പിക്കേണ്ടത്. കാരണം RSSന്റെ കർശനമായ നിർദ്ദേശം, അതോടൊപ്പം തന്നെ V. മുരളീധരന്റെയും K. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണ, ഇതുകൂടാതെ ദേശീയ തലത്തിൽ അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയും കുമ്മനം രാജശേഖരന് തന്നെയാണ് എന്നുള്ളതാണ് കുമ്മനത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും SNDPയെ ബി.ജെ.പിയുമായി അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് കുമ്മനം രാജശേഖരനാണ്. അതോടൊപ്പം തന്നെ മറ്റ് സമുദായ സംഘടനകളുമായി കുമ്മനം രാജശേഖരന് അടുത്ത ബന്ധമുണ്ട്. NSSനെ കൂടി ബി.ജെ.പിയുടെ കൂടെ കൊണ്ടുവരാൻ കഴിയും എന്നാണ് ദേശീയ നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. ഈ അനുകൂല സാഹചര്യങ്ങളാണ് കുമ്മനം രാജശേഖരന് അനുകൂലമായി വരുന്നത്. എങ്കിൽ കൂടിയും തീവ്ര ഹിന്ദുത്വ നിലപാടുകൾ സ്വീകരിക്കുന്ന കുമ്മനം രാജശേഖരനെ അധ്യക്ഷ സ്ഥാനത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇത് പ്രതികൂലമായിട്ടുള്ള തരംഗമുണ്ടാക്കും എന്നുള്ള ഒരു വിലയിരുത്തലും ചില നേതാക്കൾക്കുണ്ട്. ഈ വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ യോഗത്തിൽ വെച്ച് ഇത് സംബന്ധിച്ച് സമവായം ഉണ്ടാകും എന്ന് കരുതുന്നു. അതിനുശേഷമായിരിക്കും അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള യോഗം ചേരുന്നത്. പ്രജീഷ്.